ഗുരുവായൂരിക്ക് വലിയ പ്രാധാന്യമുള്ളത്. ഇപ്പൊ ഗുരുവായൂര് ഉച്ചപൂജ അലങ്കാരത്തിലൊക്കെ എടുത്തു പറയുന്ന ഒരു ആഭരണമാണ്. കിങ്ങിണി ചാർത്തിയിട്ടുണ്ട് എന്ന് പറയാത്ത ഒരു ദിവസം പോലും ഉണ്ടാവില്ല. കിങ്ങിണി ഭഗവാൻ ഭയങ്കര ഇഷ്ടമാണ്. മേൽശാന്തിമാരൊക്കെ പറയാറുണ്ട്, ഈ ഗുരുവായൂരപ്പന് വിഗ്രഹമാണെങ്കിൽ നമ്മളത് ഭഗവാനായിട്ടാണോ കാണുന്നത് ഇത്രയൊക്കെ പറഞ്ഞു. അതെ, ഒരു ഉണ്ണിയാണത്, കുട്ടിയാണ്, ഭയങ്കര വികൃതിയാണ്. മേൽശാന്തിമാരായിട്ടുള്ള ആചാര്യന്മാരൊക്കെ പറയും, ഭഗവാൻ വികൃതി കാണിക്കുക കിങ്ങിണി കിട്ടുമ്പോഴാണ്. അതായത് രാവിലെ ഈ നിർമാല്യം കഴിഞ്ഞ് ചന്ദനൊക്കെ ചാർത്തി ഭഗവാനെ പട്ടുപിടിപ്പിച്ച് ആ പട്ടിന്റെ മുകളിലൂടെയാണ് കിങ്ങിണി കെട്ടുക. ഈ കിങ്ങിണി നിൽക്കില്ല, ഇത് ചാടിക്കൊണ്ടേയിരിക്കുന്നതാണ്. അതായത് ചില മേശാന്തിമാരൊക്കെ ചീത്ത പറയത്തറ, കാരണം ഞാനിത് കെട്ടിത്തരില്ല കേട്ടോ ഇനി എന്ന് പറയുമ്പോ ശരിയാവും. അങ്ങനെ അതായത് ചില ആൾക്കാരൊക്കെ ഇപ്പൊ നമുക്ക് പല ആളുകളും പറഞ്ഞു കേൾക്കുന്നതാണ്, നമുക്കറിയാവുന്ന ആചാര്യന്മാരാണ്. അപ്പൊ അവരൊക്കെ പറയും, ഗുരുവായൂർ മേൽശാന്തിമാരായിരുന്നു, അസഹ്യമായിട്ടുള്ള ചൂടാണ് ഈ ഗുരുവായൂർ ശ്രീകോവിലിനകത്തുള്ളത്. ഭയങ്കര ചൂടാണ്, ഇത്രയും നെയ്വിളക്ക് കത്തുന്നു, അതിനത്രയും ചൂടുണ്ട്. അപ്പൊ പരമാവധി അവർ വിചാരിക്കുക എത്രയും പെട്ടെന്ന് നട തുറന്ന് പുറത്തേക്ക് വരാം എന്നുള്ളതാണ്. കാരണം അതിനകത്ത് ഒരുപാട് നേരം അപ്പൊ നമ്മൾ വിചാരിക്കുക ഇപ്പൊ ഇന്നത്തെ അലങ്കാരമൊക്കെ കഴിഞ്ഞു, എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു, കിങ്ങിണി ചാർത്തി കയ്യടം വെച്ച് കഴിഞ്ഞാൽ നട തുറക്കാം. അപ്പോൾ ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോൾ സാധാരണത്തെക്കാൾ ഒരു 5-6 മിനിറ്റ് നേരത്തെ അലങ്കാരങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും. അപ്പൊ പറയും, ഭഗവാനെ ഇന്ന് നേരത്തെ കഴിഞ്ഞു, നേരത്തെ ഇറങ്ങാലോ എന്ന് വിചാരിച്ച് എല്ലാം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴായിരിക്കും ഈ കിങ്ങിണി താമസിക്കുക. പിന്നെ അത് നമ്മൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ സമയത്തേക്ക് പോകും. അമ്മ എങ്ങനെ വിടില്ല. അതെ, അതെ. ഗുരുവായൂരിക്ക് വലിയ പ്രാധാന്യമുള്ളത്. ഇപ്പൊ ഗുരുവായൂര്